സാധാരണ രീതിയിൽ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന പോലെ ഒരു ഉഡായിപ്പ് ബഡ്ജറ്റ് വേണമെങ്കിൽ അവതരിപ്പിക്കാം. പ്രത്യേകിച്ചും ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഗിമ്മിക്ക് വേണമെങ്കിൽ ധനമന്ത്രിക്ക് നടത്താമായിരുന്നു. പക്ഷെ ധനമന്ത്രി ചെയ്തിട്ടില്ല. കാരണം ധനമന്ത്രിയുടെ ലക്ഷ്യം ഒരു സുസ്ഥിര വികസനമാണ്. ഭാവി ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ്. അതല്ലാതെ ബാലഗോപാലൻ സഖാവ് ചെയ്ത പോലെ ഉഡായിപ്പ് കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത കുറെ പദ്ധതികൾ പറഞ്ഞ് ഈ 2.5 മാസത്തിനുള്ളിൽ ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേ ചെയ്യും എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പ് പരിപാടി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടില്ല. അതാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഭൂരിഭാഗവും കേരളത്തിന് ശ്രമിച്ചാൽ നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും, പിണറായി വിജയൻ അതൊരിക്കലും ശ്രമിക്കില്ല. പക്ഷേ ഇനി വരുന്ന സർക്കാർ അതൊരിക്കലും പിണറായി വിജയന്റെ സർക്കാർ ആയിരിക്കില്ല. അത് ഒരുപക്ഷെ വി ഡി സതീശന്റെ സർക്കാർ ആവാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സർക്കാർ ആവാം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ സർക്കാർ ആവാം. ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാർ വിചാരിച്ചാൽ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഒരുപാട് പദ്ധതികൾ നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് സംബന്ധിച്ച വാർത്ത മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിന് വേഗ റെയിലും എയിംസും ഇല്ല, ആത്മനിർഭർ കേരളം എന്നാണ് പറയുന്നത്. ആത്മനിർഭർ കേരളം എന്നുള്ളതിനെ പരിഹസിച്ചുകൊണ്ട് ആത്മനിർഭർ കേരളം. ബഡ്ജറ്റിന്റെ പ്രധാന ഹൈലൈറ്റ്സ് ഒക്കെ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. ആമയുടെ പുറത്ത് കയറി നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും കേരളക്കരയിലേക്ക് വരുന്ന ഒരു ചിത്രമാണ് ഇതിനെ പശ്ചാത്തലമായി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ പേജുകളിലേക്ക് നോക്കിയാൽ കേരളത്തിന് തേങ്ങൽ എന്നാണ് പറയുന്നത്. കേരളം തേങ്ങുന്നു. എന്തിനാണ് അപ്പൊ ഈ കേരളം തേങ്ങുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാൻ ഈ ബഡ്ജറ്റിന്റെ മൊത്തം വാർത്തകളെ ഒരു വിശകലനം ചെയ്യാനൊന്നും അല്ല ശ്രമിക്കുന്നത്. എങ്കിൽ കൂടി ഈ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനങ്ങളെയും ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ആ സംസ്ഥാനത്തിന് ഇത് എന്നല്ല പറഞ്ഞത്. പൊതുവെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റും. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ കേരളത്തിന് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും, കേരളത്തിനെല്ലാം മൊത്തം പ്രഖ്യാപിച്ച പല കാര്യങ്ങളും കേന്ദ്രം ഒരു പദ്ധതിയും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. കേന്ദ്രം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യവും കേരളം ഫലപ്രദമായി ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അത് നമ്മളിത് കേട്ട വിചാരിക്കും കേരളത്തിനൊന്നുമില്ല എന്ന്. കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല, ശരി തന്നെ, എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ എയിംസ് ഒക്കെ എപ്പോഴും പ്രഖ്യാപിക്കാലോ, അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണമെന്നില്ല. നേരത്തെ തന്നെ ഈ 2 ആഴ്ച മുമ്പാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ 3 ട്രെയിനുകൾ പ്രഖ്യാപിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. അതല്ലാതെ ഈ കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തിലെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് കേരളത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടാവുന്നതൊക്കെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പിണറായി വിജയന്റെ യാത്രയാണ് വികസന മുന്നേറ്റ യാത്ര. എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ യാത്രക്ക് തുടക്കം കുറിച്ചു കാസർഗോഡ് കുമ്പളയിൽ LDFന്റെ വികസന മുന്നേറ്റ വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജാഥാ നായകനായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പ്രവർത്തകൻ തലപ്പാവണിയിച്ച് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപം. പിണറായി വിജയൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഗോവിന്ദന് ഒരു തലപ്പാവണിക്കുകയാണ്, ഒരു തലപ്പാവണിയിച്ചു കൊണ്ടാണ്. കാസർഗോഡുകാരുടെ ഒരു പ്രത്യേക ശൈലിയാണ് തോന്നുന്നു. പിണറായി വിജയനെയും കിരീടം അണിയിച്ചിരുന്നു കേട്ടോ. ആദ്യം പിണറായി വിജയനെയാണ് കിരീടം അണിയിച്ചത്. അത്തരത്തിൽപ്പെട്ട പ്രധാന വാർത്തകളാണ് മലയാള മനോരമ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ഉള്ളിലെ പേജുകളിലും ഒക്കെ ബഡ്ജറ്റ് വാർത്തകൾ തന്നെയാണ്. പുതിയ നിരാശകൾ, കേരളത്തിന്റെ ആവശ്യങ്ങൾ നിരാകരിച്ചു. അതേസമയത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പറയുന്നു വികസിത് ഭാരത് കാഴ്ചപ്പാടിനോട് ഒത്തിണങ്ങുന്ന ബഡ്ജറ്റ് എന്നാണ് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പറയുന്നത്. പിന്നെ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ് എന്ന് ആര് പറയുന്നു? മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ ബിസിനസ് സമൂഹമൊക്കെ ഇരു കൈകളും നീട്ടി ഈ ബഡ്ജറ്റിനെ വരവേൽക്കുകയാണ്. ഉള്ളിലെ പേജിൽ ഒരു ഡബിൾ സ്പ്രെഡ് ആയിട്ട് ഷീ മാർട്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് സാധ്യതകളാണ്. സ്ത്രീകളെ സംരംഭകരാക്കാൻ, ചില്ലറ വ്യാപാര വിപണിയിലെ ഉടമകളാക്കി സ്ത്രീകളെ മാറ്റാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഷീ മാർട്ട് പദ്ധതി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെയാകും പദ്ധതിയിലേക്ക് പരിഗണിക്കുക. ഇതിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ വിപണി കണ്ടെത്താൻ അവസരമൊരുക്കും. സ്വന്തം ബ്രാൻഡുകൾ നിർമ്മിക്കാനും സ്ഥിരമായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സ്ത്രീകളെ സഹായിക്കും. ഇതൊക്കെ കേരളത്തിന് ഉപയോഗപ്പെടുത്താമേ.
ഇതൊക്കെ കേരളത്തിന് ഉപയോഗപ്പെടുത്താം. ഇവര് പറയുന്നത് കേട്ടതായിരിക്കും ഈ ഷീമാർട്ട് പോലുള്ള പദ്ധതികൾ ഇത് കേരളത്തിനല്ല, ഇത് വേറെ UPക്കാണ് അല്ലെങ്കിൽ ഗുജറാത്തിനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന പദ്ധതികളാണ്. പിന്നെന്താണ്, പിന്നെ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ മലയാള മനോരമ ഇനി തുടർന്നുള്ള പേജുകളിലൊക്കെ ഈ ബഡ്ജറ്റിനെ അതിനിശ്ചിതമായി വിമർശിക്കുക തന്നെയാണ് കേട്ടോ. കുമ്പിളി എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: കുമ്പിളിൽ കഞ്ഞി വറ്റൊന്നുമില്ല താനും, കുമ്പിളിൽ കഞ്ഞി വറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. കേരളത്തോട് വീണ്ടും കടുത്ത അവഗണന കാട്ടി കേന്ദ്ര ബഡ്ജറ്റ്. അതേ അവസരത്തിൽ തന്നെ ചില പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരോഗ്യമാണ് ശക്തി, വാക്സിൻ ലോകവിപണി ലക്ഷ്യമിട്ട് ബയോഫാർമ ശക്തി, 5 വർഷത്തേക്ക് 10,000 കോടി രൂപ. ഇടുക്കി ആയുർവേദ കോളേജ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാം. അങ്ങനെ ഇതില് ജോർജ് കുര്യൻ പറയുന്നു ബയോഫാർമ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലും, നിർമ്മല സീതാരാമനുമായി സംസാരിച്ചിരുന്നു, ഈ ബയോഫാർമ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലും ലഭിക്കുമെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബഡ്ജറ്റിന്റെ ഒരു വിശകലനമുണ്ട്. അത് നടത്തിയത് 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ മുൻ സെക്രട്ടറിയുമാണ് ലേഖകൻ. ആരാണ്? കെ മോഹൻദാസ്. കെ മോഹൻദാസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില പോയിന്റുകൾ എന്താണെന്നറിയോ? ബഡ്ജറ്റിൽ കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് 2 പദ്ധതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ധാതു സമ്പത്തിന്റെ വിനിയോഗം, മറ്റൊന്ന് കടലാമ പദ്ധതി. ബഡ്ജറ്റിൽ കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് 2 പദ്ധതികളാണ്. സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പദ്ധതികൾ പൊതുവെ കുറവാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയനും ഗോവിന്ദനും ഇതിനെ വിമർശിക്കുന്ന ജോൺ ബ്രിട്ടാസും തുടങ്ങിയ ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് കേരളത്തോട് അവഗണന എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ പറഞ്ഞൂടെ, ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അതാണ് വളരെ കൃത്യമായി ഇദ്ദേഹം പറയുന്നത്. സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പദ്ധതികൾ പൊതുവെ കുറവാണ്. മറ്റു പദ്ധതികളിലെല്ലാം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ അവസരവും സാധ്യതയുമുണ്ട്. ഈ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ വിമർശിക്കുന്നവർ അറിയാൻ, ഈ കൊട്ടിപ്പാടുന്ന ഇതെല്ലാം കേരളത്തിന് ഒന്നും തന്നില്ലേ എന്ന് കൊട്ടിപ്പാടുന്നവർ അറിയാനാണ് ഈ കാര്യം. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പദ്ധതികൾ പൊതുവെ കുറവാണ്. മറ്റു പദ്ധതികളിലെല്ലാം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ അവസരവും സാധ്യതയുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. അതാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നതാണ്. നിങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല. നിങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം, കേന്ദ്രം തന്നില്ല. കേന്ദ്രം ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യണം എന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. കേന്ദ്രം ഇങ്ങനെ എന്താ പറയാ, സമ്പത്ത് അല്ലെങ്കിൽ ഫണ്ട് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക, കേരളം ഇങ്ങനെ അത് ദൂർത്തടിക്കുക. അതല്ല, നിങ്ങൾ വളരെ കൃത്യമായ പദ്ധതികൾ, കൃത്യമായ പ്ലാനുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുക. കേന്ദ്രം വളരെ കൃത്യമായി ഈ ബഡ്ജറ്റിൽ എന്താ പറയാ അലോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി സംസ്ഥാനത്തിന് തരും. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇത് കേരള വിരുദ്ധ ബഡ്ജറ്റ് അല്ല. അത് മനോരമ പോലും സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ലേഖനം കൊടുത്തത്. ഇതിൽ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശത്തെ ധാതു സമ്പത്തിനെ മൂല്യവർദ്ധിതമായി ഉപയോഗിക്കാനുള്ള പദ്ധതി വളരെ പ്രധാനമാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ആ മേഖലയിലുണ്ട്. കേരളം ഇതുവരെ കാര്യമായി മുതലെടുത്തിട്ടില്ലാത്ത ഹെവി മിനറൽസ് എന്ന സാധ്യതയെ ഉപയോഗിക്കാനുള്ള അവസരം കേന്ദ്രം നൽകുകയാണ്. പോരെ, ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ കേരളത്തിന് കുതിച്ചു ചാടാൻ പറ്റും. അത്തരത്തിൽപ്പെട്ട സാധ്യതകളാണ് നിർമ്മല സീതാരാമൻ കേരളത്തിന് നൽകുന്നത്. പിന്നെ പറയുന്നു, സിറ്റി ഇക്കണോമിക് റീജിയൻ വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ നമ്മുടെ നഗരങ്ങളെ ഉൾപ്പെടുത്താനാവും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോഫാർമ, മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള റീജിയണൽ മെഡിക്കൽ ഹബ്ബ്, യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് എന്നീ പദ്ധതികൾക്ക് കേരളം എന്തുകൊണ്ടും അനുയോജ്യമാണ്. ഇതൊക്കെ കേരളത്തിന് നേടിയെടുക്കാനാവുന്ന പദ്ധതികളാണ്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ വളർത്താൻ വലിയ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കോസ്റ്റൽ കാർഗോ പ്രൊമോഷൻ പദ്ധതി, വയബിലിറ്റി ഗ്യാപ് ഫണ്ടോടെ സീപ്ലെയിൻ നിർമ്മാണം തുടങ്ങിയവയും കേരളത്തിൽ നടപ്പാക്കാവുന്നതാണ്. 15,000 സ്കൂളുകളിലും 500 കോളേജുകളിലും ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ് ആൻഡ് കോമിക്സ് കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട്. ഈ മേഖലയിൽ സംസ്ഥാനത്തിന് സ്വന്തം നയമുണ്ട്. അതിനാൽ അതും കേരളത്തിന് കാര്യമായി പ്രയോജനപ്പെടുത്താം. നാളികേരം, കശുവണ്ടി, ചന്ദനം തുടങ്ങിയവയ്ക്കായി പ്രഖ്യാപിച്ച പദ്ധതികളും പാരമ്പര്യ വ്യവസായ നവീകരണ പദ്ധതിയും കേരളത്തിന് ഗുണകരമായി മാറ്റാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും സംസ്ഥാനങ്ങൾക്ക് പേര് പറഞ്ഞ് പ്രത്യേക ആനുകൂല്യം നൽകിയിട്ടില്ല. അതാണ് ഒരു സാധാരണ രീതിയിൽ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന പോലെ ഒരു ഉഡായിപ്പ് ബഡ്ജറ്റ് വേണമെങ്കിൽ അവതരിപ്പിക്കാം.
പ്രത്യേകിച്ചും ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഗിമ്മിക്ക് വേണമെങ്കിൽ ധനമന്ത്രിക്ക് നടത്താമായിരുന്നു. പക്ഷെ ധനമന്ത്രി ചെയ്തിട്ടില്ല. കാരണം ധനമന്ത്രിയുടെ ലക്ഷ്യം ഒരു സുസ്ഥിര വികസനമാണ്. ഭാവി ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ്. അതല്ലാതെ ബാലഗോപാലൻ സഖാവ് ചെയ്ത പോലെ ഉഡായിപ്പ് കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത കുറെ പദ്ധതികൾ പറഞ്ഞ് ഈ 2.5 മാസത്തിനുള്ളിൽ ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേ ചെയ്യും എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പ് പരിപാടി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രശംസിക്കേണ്ടത്. ഓക്കെ, ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. തിരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും സംസ്ഥാനങ്ങൾക്ക് പേര് പറഞ്ഞ് പ്രത്യേക ആനുകൂല്യം നൽകിയിട്ടില്ല. അതുകൊണ്ട് നമുക്കും ശ്രമിച്ചാൽ നേടിയെടുക്കാവുന്ന പദ്ധതികളാണ് ഇവയിൽ ഭൂരിഭാഗവും. അപ്പൊ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഭൂരിഭാഗവും കേരളത്തിന് ശ്രമിച്ചാൽ നേടിയെടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും, പിണറായി വിജയൻ അതൊരിക്കലും ശ്രമിക്കില്ല. പക്ഷേ ഇനി വരുന്ന സർക്കാർ അതൊരിക്കലും പിണറായി വിജയന്റെ സർക്കാർ ആയിരിക്കില്ല. അത് ഒരുപക്ഷെ വി ഡി സതീശന്റെ സർക്കാർ ആവാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സർക്കാർ ആവാം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ സർക്കാർ ആവാം. ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാർ വിചാരിച്ചാൽ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഒരുപാട് പദ്ധതികൾ നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉണ്ട്.